ഹസ്തദാന വിവാദത്തിൽ ബഹിഷ്കരണ ഭീഷണിക്കൊടുവിൽ ഏഷ്യ കപ്പിൽ കളിക്കാനിറങ്ങി പാകിസ്ഥാൻ. മാച്ച് റഫറി ആന്റി പൈക്രോഫ്റ്റ് ഖേദപ്രകടനം നടത്തിയെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. ഇന്ത്യ പാക് മത്സരത്തിന് മുൻപ് ക്യാപ്റ്റന്മാർ തമ്മിൽ ഹസ്തദാനം ചെയ്യാതിരുന്നത് ആശയവിനിമയത്തിലുണ്ടായ പാളിച്ചയാണെന്ന് പൈക്രോഫ്റ്റ് അറിയിച്ചെന്നാണ് പാകിസ്ഥാൻ ടീം പറയുന്നത്. അനിശ്ചിതത്വത്തിനൊടുവിൽ വൈകി ആരംഭിച്ച പാകിസ്ഥാൻ UAE മത്സരം ദുബായിൽ പുരോഗമിക്കുകയാണ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ മത്സരം അനിശ്ചിതത്വത്തിലായതുമായി ബന്ധപ്പെട്ട് എന്താണ് PCB അറിയിക്കുന്നത്? ഈ ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫറിയെ മാറ്റണമെന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം. അതിലൊരു തീരുമാനമുണ്ടാകാതെ ഇന്ന് കളിക്കാൻ ഇറങ്ങില്ല എന്നുള്ളതായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ് നേരത്തെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതോടുകൂടി തന്നെ ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുന്നു എന്നുള്ള വാർത്തകൾ പരന്നു. പിന്നെ ഈ നാടകീയതകൾക്ക് ഒടുവിൽ 1 മണിക്കൂർ വൈകിയാണ് പാക് UAE മത്സരം ആരംഭിച്ചത്. പിന്നീട് പാക് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചത് ഈ ആന്റി പിക്രോഫ്റ്റ് ഈ മാച്ച് റഫറി മാപ്പ് പറഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളും അവർ പങ്കുവച്ചു. ഇത് ആശയവിനിമയത്തിലുണ്ടായ ഒരു പാകപ്പിഴവ് മാത്രമാണ് അന്ന് സംഭവിച്ചത്. 2 ക്യാപ്റ്റന്മാർ തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതിൽ ഈ മാച്ച് റഫറി തടസ്സം നിന്നു എന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആരോപണം. എന്തായാലും ഇത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുമെന്ന് ICC ഉറപ്പു നൽകിയതായിട്ടും PCB അറിയിക്കുന്നുണ്ട്. ഈ കളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് നേടിയത് UAE ആയിരുന്നു. അവർ ബൗളിംഗ് തെരഞ്ഞെടുത്തു. ഒരു 9 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസാണ് പാകിസ്ഥാൻ നേടിയിട്ടുള്ളത്. മറുപടി ബാറ്റിങ്ങിന് UAE ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മലയാളി താരം അലിഷാൻ ഷറഫുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ദിവ്യ.